എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിൽ വിളയിച്ചതാണ്. അതിലേക്കായി 1.5 കപ്പ് അവിലാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു 1/2 കപ്പ് ശർക്കരയും കൂടെയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര പാനി കാച്ചിയ ശേഷമാണ് ശർക്കര പാനി ഉപയോഗിച്ചാണ് നമ്മൾ അവിൽ വിളയിച്ചെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഈ ശർക്കര ഒന്ന് പാനിയാക്കിയെടുക്കാം. ചൂടോടുകൂടി വേണം നമ്മൾ അവിലിലേക്ക് ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാനായിട്ട്. കൂടുതൽ വെള്ളം ചേർക്കണ്ട. നമ്മൾക്കൊരു തിക്ക് പരുവത്തിലാണ് ശർക്കര പാനി നമ്മൾ ഈ അവിലിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് എടുക്കുന്നത്. നമ്മുടെ ഈ പരുവായി ഇനി നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി വയ്ക്കണം. 1.5 കപ്പ് അവിലാണ് നമ്മളിതിലേക്കായി എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ശർക്കര പൊടിച്ചതും. ആദ്യം നമ്മൾ 1 കപ്പ് അവിൽ ചേർത്ത് കൊടുത്ത് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ശർക്കര പാനി ഒന്ന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ശർക്കര പാനി നമ്മൾക്ക് അവിലിലേക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം 1 കപ്പ് അവിൽ ചേർത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ബാക്കി നമ്മൾക്ക് മാറ്റി വെച്ച അവിൽ ഇത് യോജിപ്പിച്ച ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി യോജിപ്പിക്കണം. ചൂടോടുകൂടി ശർക്കരപ്പാനി യോജിപ്പിക്കണം എന്ന് പറയാൻ കാരണം അവിലൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചൂടോടുകൂടി തന്നെ അവിലിലേക്ക് ഈ പാനി ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പം നമ്മൾക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 സ്പൂൺ എള്ളാണ്. കറുത്ത എള്ളാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഈ ബാക്കി വെച്ച അവിലും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾക്കൊരു 1/2 സ്പൂൺ എള്ളും ഒരു 1/2 കപ്പ് നാളികേരം ചെരുവിയതും കൂടിയാണ് നമ്മൾക്കിതിലേക്ക് ആവശ്യം. നെയ്യും കൂടെ ചേർക്കുകയാണെങ്കിൽ ഇത് വളരെ ടേസ്റ്റി ആയിരിക്കും. ഞാനിതിൽ നെയ്യ് ചേർത്തിട്ടില്ല. അതും കൂടി നമ്മൾ ചേർക്കുകയാണെങ്കിൽ അതും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമ്മളൊരു 1/2 സ്പൂൺ എള്ള് ചേർത്ത് കൊടുത്തു. 1/2 കപ്പ് നാളികേരവും ചേർത്തു. ഇത് നന്നായി യോജിപ്പിച്ചെടുക്കണം. വളരെ ഈസിയായി ടേസ്റ്റിയായി തന്നെ നമുക്ക് അവിൽ വിളയിച്ചെടുക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.